നമുക്ക് മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകാം. കേരളത്തിലെ ഭൂസമര ചരിത്രങ്ങൾ നിരവധിയാണ്. സമരം വിജയം കണ്ടവരും ജീവിതം തന്നെ സമരമാക്കി മാറ്റിയവരും അതിലുണ്ട്. 2012 ഡിസംബർ 31 ആരംഭിച്ച് ഇന്നും മണ്ണിനു വേണ്ടി പോരാടുന്ന മനുഷ്യരുടെ കഥയാണ് അരിപ്പ ഭൂസമരത്തിന് പറയാനുള്ളത്. കേരള വിഷൻ പരമ്പര ഭൂമി തേടുന്ന ജീവിതങ്ങൾ. മണ്ണിനു വേണ്ടി പോരാടി മണ്ണിൽ ചേർന്ന പിതൃക്കളുടെ ചുടലപ്പറമ്പുണ്ട് സമീപം. അവിടേക്ക് തങ്ങളും എത്തുന്നതിന് മുൻപ് സ്വന്തമായൊരു കിടപ്പാടം. വർഷങ്ങളായി സുരക്ഷിതത്വമുള്ള ജീവിതം നയിക്കാൻ പോരാടുന്ന 600-ലധികം വരുന്ന കുടുംബങ്ങൾ. ലക്ഷം വീട് കോളനികളിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് എന്ന മുദ്രാവാക്യം മുഴക്കി ആരംഭിച്ച സമരം 13 വർഷം പിന്നിടുന്നു. നീതി ലഭിക്കുമെന്ന് കുറച്ചു മനുഷ്യരുടെ പ്രതീക്ഷ പേറുന്ന മണ്ണാണ് അരിപ്പ ഭൂസമരത്തിന് ഇന്നും കരുത്തു പകരുന്നത്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലുള്ള പച്ചപ്പിന്റെ ഭൂമി, അതാണ് അരിപ്പ. പക്ഷേ അരിപ്പ ഇന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഈ മനോഹാരിത കൊണ്ടല്ല. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോൾ ആദിവാസികൾക്കും ദളിതർക്കും കയ്യിലിരുന്ന ഭൂമി നഷ്ടമായതല്ലാതെ 1 ഇഞ്ച് ഭൂമി പോലും കിട്ടാതെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള സമരങ്ങൾ ഈ രംഗത്ത് തുടർന്നു. അങ്ങനെ ചെങ്ങരയും അരിപ്പയും അതുപോലെ ആറങ്കോട് ആറാളം അങ്ങനെ തുടങ്ങി നിരവധി സമരം നടക്കുമ്പോഴും സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് തരാൻ ഇവിടെ ഭൂമിയില്ലെന്നാണ്. 9 ജില്ലകളിൽ നിന്നുള്ള ആദിവാസി, ദളിത്, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നായി 650ഓളം ഭൂരഹിതരായ കുടുംബങ്ങളാണ് അരിപ്പയിൽ കൃഷിഭൂമിക്കായി പോരാട്ടം നടത്തുന്നത്. അവിടെ ആദിവാസിയോ ദളിതമെന്നല്ല, ഭൂമിയില്ലാത്തവർക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ റോഡ് തോട് പുറമ്പോക്കി നടക്കുമ്പോൾ സർക്കാരിൻ്റെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അനധികൃതമായി കൈവശം വെക്കുന്ന ഈ ഭൂമാഫികളിൽ നിന്ന് തിരിച്ചു പിടിച്ച് ഒരു 2ാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. തങ്ങൾക്കുഞ്ഞു മുസ്ലിയാർ 90 വർഷത്തേക്ക് കുത്തക പാട്ടത്തിനെടുത്ത് 102 വർഷത്തേക്ക് കൈവശം വെച്ച് ഉപയോഗിച്ചിരുന്ന 90 ഏക്കർ റവന്യൂ ഭൂമിയിലാണ് അരിപ്പ സമരഭൂമി. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് വേണ്ടി മാറ്റിവെക്കുകയും അരിപ്പയിലെ ചില മതവിഭാഗങ്ങൾ നിയമവിരുദ്ധമായി കയ്യേറുകയും ചെയ്ത ശേഷമുള്ള 56 ഏക്കർ ഭൂമിയിലാണ് സമരകുടിലുകളുള്ളത്. ഒരു കിടക്കാടം ഇല്ലാത്തതിൻ്റെ പേര് ഇവിടെ വന്ന് കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെടുവാണ്. 13 വർഷക്കാലമായി ഇവിടെ വന്നിട്ട് ഇന്ന് വരെ 1 സെൻറ്റ് ഭൂമി ആവട്ടെ ഗവൺമെൻറ് തിരിഞ്ഞു പോലും ഞങ്ങളെ നോക്കുന്നില്ല. ഇന്ന് വരെ ഒരു ലക്ഷ്യമില്ലാതെ കണ്ണീരോടെ കണ്ണീരായി എന്നും ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ വയ്യാതെ വിഷമിച്ചിരിക്കുകയാണ്. പതിനാല് വർഷത്തെ പഴക്കം ഈ കുടിലുകളുടെ അടിസ്ഥാനം ദ്രവിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയോടും ഭരണാധികാരികളോടും പോരാടിയുള്ള ഈ സമര ജീവിതം പക്ഷേ ഇവർ ഇന്നും തുടരുകയാണ്. ഈ കുടിലുകളിൽ ഓരോന്നിലും പ്രതീക്ഷ മങ്ങാതെ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. 14 വർഷമായി ഇവർ ഒരു ജീവിത പോരാട്ടം നടത്തുകയാണ്. എന്നെങ്കിലും തങ്ങൾക്കൊരു മേൽവിലാസം സ്വന്തമായി ലഭിക്കുമെന്ന കാത്തിരിപ്പാണിത്. അരിപ്പയിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.